ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ആറ്റുകാൽ പൊങ്കാലയാണ് വരാൻ പോകുന്നത്. 2025 മാർച്ച് 5 മുതൽ 2025 മാർച്ച് 14 വരെയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം. 10 ദിവസത്തെ ഉത്സവമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ. 9ാമത്തെ ദിവസമാണ്, അതായത് 2025 മാർച്ച് 13 തീയതിയാണ് നമ്മൾ പൊങ്കാല ഭഗവതിക്ക് സമർപ്പിക്കുന്നത്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് തോറ്റംപാട്ട്. കുത്തിയോട്ടമുണ്ട്. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങാണ് തോറ്റംപാട്ട്. അതായത് ഭഗവതിയെ കാപ്പുകെട്ടി കുടിയിരുത്തിയതിനു ശേഷം ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥ ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളായി ഇങ്ങനെ പാടുന്നതിനെയാണ് തോറ്റംപാട്ട് എന്ന് പറയുന്നത്. ഓരോ ദിവസവും കുറേശ്ശെ ഭാഗങ്ങൾ ഇങ്ങനെ പാടും. ഉത്സവത്തിൻ്റെ 1ാമത്തെ ദിവസമായ മാർച്ച് 5 തീയതി കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതിനു ശേഷം കഥ ആരംഭിക്കും. 2ാമത്തെ ദിവസം കണ്ണകിയുടെ മഹാദേവിയുടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ചിട്ടാണ് പാടുന്നത്. അന്നേ ദിവസം ദേവി അതീവ സുന്ദരിയായിട്ടാണ് കാണപ്പെടുന്നത്. ഭഗവതി എന്തൊക്കെ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെ ആടകളാണ് ധരിച്ചിട്ടുള്ളത് എന്നുമൊക്കെ വളരെ ഭംഗിയായി പാടി ദേവിയെ സ്തുതിക്കുകയാണ് 2ാമത്തെ ദിവസം ചെയ്യുന്നത്. ഇനി 3ാമത്തെ ദിവസമായ വെള്ളിയാഴ്ച ദിവസം മാർച്ച് 7 തീയതി കോവലനും മഹാദേവിയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ വർണ്ണനകളാണ് പാടുന്നത്. ഈ ഭാഗം, അതായത് ഈ വിവാഹത്തിൻ്റെ വർണ്ണനകളുള്ള ഈ ഭാഗം മാലപ്പുറം പാട്ടെന്നും അറിയപ്പെടുന്നു. ദേവിയുടെ തിരുവുത്സവത്തിൻ്റെ 4ാമത്തെ ദിവസം പാടുന്നത് ദരിദ്രനായി തീർന്ന കോവലൻ ദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി നിത്യവൃത്തിക്കായി ദേവിയുടെ ചിലമ്പ് വിൽക്കാനായി കൊണ്ടുപോകുന്ന ആ ഭാഗമാണ് പാടുന്നത്. അടുത്ത ദിവസം, അതായത് 5ാമത്തെ ദിവസം മാർച്ച് 9 തീയതി ദേവിയുടെ ചിലമ്പുമായി പോകുന്ന കോവലനെ മധുരാനഗരിയിലെ സ്വർണ്ണപ്പണിക്കാരൻ താൻ ചെയ്ത കുറ്റം മറച്ചുവെക്കുന്നതിനായി ആ രാജ്യത്തിലെ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചു എന്ന് മുദ്രകുത്തി പാണ്ഡ്യരാജാവിൻ്റെ സദസ്സിൽ കോവലനെ ഹാജരാക്കുന്ന ഭാഗമാണ് തോറ്റംപാട്ടായി അന്നേ ദിവസം പാടുന്നത്. ഇനി മാർച്ച് 10 ആറാ ഉത്സവം. അന്നേ ദിവസം അധികാരത്തിൻ്റെ ലഹരിയിൽ പാണ്ഡ്യരാജാവ് കോവലനെ ചിലമ്പു മോഷ്ടിച്ചു എന്ന കുറ്റം ചുമത്തുകയും അങ്ങനെ കോവലനെ പാണ്ഡ്യരാജാവ് വധിക്കുകയും ചെയ്യുന്ന ആ ഭാഗമാണ് അന്നേ ദിവസം തോറ്റംപാട്ടായി പാടുന്നത്. ഇനി 7ാം ഉത്സവം 2025 മാർച്ച് 11, കൊല്ലവർഷം 1200, കുംഭം 27, ചൊവ്വാഴ്ച. അന്നേ ദിവസം തോറ്റംപാട്ടായി പാടുന്നത് കോവലൻ്റെ മരണവാർത്ത അറിഞ്ഞ മഹാദേവി കൈലാസത്തിൽ പോകുന്നു. അങ്ങനെ കണ്ണകി കൈലാസത്തിൽ പോവുകയും മഹാദേവനിൽ നിന്നും വരം വാങ്ങി കോവലനെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന അഭാഗമാണ് അന്നേ ദിവസം പാടുന്നത്. അന്നേ ദിവസം ഒരു ദുഃഖദിനമാണ്. ആ ദുഃഖസൂചകമായി അന്നേ ദിവസം രാവിലെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ദേവിയുടെ നട തുറക്കുന്നത് താമസിച്ചിട്ടാണ്. അന്നേ ദിവസം 7 മണിക്കാണ് പള്ളി ഉണർത്തുന്നത്. സാധാരണ ദിവസങ്ങളിൽ പള്ളി ഉണർത്തുന്നത്
രാവിലെ, അതായത് വെളുപ്പിനെ 4:30 മണിക്കാണ്. പക്ഷേ ഇന്നേ ദിവസം, അതായത് മഹാദേവിയുടെ ഭർത്താവിനെ, അതായത് കോവലനെ പാണ്ഡ്യരാജാവ് വധിച്ചതറിഞ്ഞ് ദേവി ദുഃഖിച്ചിരിക്കുന്ന ആ ദിവസം, അതായത് തിരുവുത്സവം 7, 2025 മാർച്ച് 11 രാവിലെ 7 മണിക്കാണ് പള്ളി ഉണർത്തുന്നത്. 7:30-ക്കാണ് നിർമാല്യം. ഇനി എട്ടാവുത്സവം. എട്ടാവുത്സവം അന്നേ ദിവസം തോറ്റം പാട്ടായി പാടുന്നത് കോപാകുലയായ മഹാദേവി തൻ്റെ ഭർത്താവിനെ ചതിച്ച സ്വർണ്ണപ്പണിക്കാരനെ വധിക്കുന്ന ഭാഗമാണ് അന്നേ ദിവസം തോറ്റം പാട്ടായി പാടുന്നത്, അതായത് എട്ടാവുത്സവം. ഇനി 9ആവുത്സവം. 9ആവുത്സവം ദിവസമാണ് നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്നത്. അന്നേ ദിവസം തോറ്റം പാട്ടായി പാടുന്നത് രൗദ്രഭാവം പൂണ്ട ദേവി പാണ്ഡ്യരാജാവിനെ വധിക്കുന്നു. ദേവിയുടെ വിജയം ഭക്തജനങ്ങൾ പൊങ്കാലയിട്ട് ആഘോഷിക്കുന്നു. അത് തിരുവുത്സവം 9, 2025 മാർച്ച് 13, കൊല്ലവർഷം 1200, കുംഭം 29, വ്യാഴം. ഇനി 10ആം തിരുവുത്സവം 2025 മാർച്ച് 14, വെള്ളി. അന്നേ ദിവസം രാത്രി 1 മണിക്ക് കുരുതി തർപ്പണമുണ്ട്. അതോടുകൂടി ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം അവസാനിക്കും. പൊങ്കാല ഭഗവതിക്ക് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ 2025 മാർച്ച് 5-ാം തീയതി മുതൽ വ്രതത്തിലിരിക്കാം. നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര ദിവസം വ്രതം എടുക്കണമെന്ന്. ഇനി പൂർണ്ണമായ വ്രതത്തിൽ ഇരിക്കുന്നില്ല എങ്കിൽ പോലും മാർച്ച് 5-ാം തീയതി മുതൽ വെജിറ്റേറിയൻ ഭക്ഷണം ശീലിക്കുക. അവസാനത്തെ 3 ദിവസം വ്രതമെടുത്താലും മതി. അതല്ലെങ്കിൽ 7 ദിവസം, അല്ലെങ്കിൽ 5 ദിവസം, അതല്ലെങ്കിൽ തലേ ദിവസം ഒരിക്കൽ, പിറ്റേ ദിവസം വ്രതത്തിലിരുന്ന് പൊങ്കാല സമർപ്പിക്കുക. 1ആവുത്സവം മുതൽ വ്രതമെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ പോലും, അതായത് പൂർണ്ണമായ വ്രതനിഷ്ഠയിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നോൺ വെജ് ഒന്ന് ഉപേക്ഷിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി എങ്ങനെയാണ് വ്രതം എടുക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടം എങ്ങനെ എടുക്കണമെന്നുള്ളത്. ചിലർ പൂർണ്ണമായ സസ്യാഹാരം മാത്രം കഴിച്ച് ഇരിക്കും. ചിലർ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചിരിക്കും, മറ്റു 2 നേരവും പഴങ്ങൾ കഴിച്ചിട്ടിരിക്കും. അതല്ലെങ്കിൽ മറ്റു 2 നേരവും ഗോതമ്പ് കഴിച്ചിട്ട് 1 നേരം അരിഭക്ഷണം കഴിച്ചിരിക്കും. ഈ അരിഭക്ഷണത്തിൽ നമ്മൾ കൂട്ടാൻ വെക്കുമ്പം ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാത്തതാണ് എപ്പോഴും നല്ലത്. ഉള്ളിയൊന്നും ചേർക്കാത്ത ഒരു ചമ്മന്തിയും മോരും ഒക്കെ കൂട്ടി നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും ഉപ്പുമാവോ അതല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വ്രതം എടുക്കാം. പൊങ്കാല ദിവസം നമ്മൾ പൊങ്കാല ഭഗവതിക്ക് സമർപ്പിച്ചതിന് ശേഷം, അതായത് പൊങ്കാല ഇട്ടതിന് ശേഷമാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഇനി മരുന്നൊക്കെ കഴിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് രാവിലെ ചായ കുടിക്കാം. അതിലൊന്നും ദോഷമില്ല. കാരണം ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് നമ്മൾ പൊങ്കാല ഇടുമ്പോൾ ചിലപ്പോൾ ക്ഷീണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാവിലെ ഒരു ചായ കുടിച്ചിട്ട് പൊങ്കാല ഇട്ടു എന്നുള്ളത് കൊണ്ട്, അതായത് പ്രായമായ ആളുകൾ നമുക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നില്ല എങ്ങനെയുണ്ടെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് നിങ്ങൾക്ക് ഭഗവതിയോട് പറഞ്ഞിട്ട് പൊങ്കാല ഇടാം. അതല്ലെങ്കിൽ ഇപ്പം നമ്മളൊക്കെ സാധാരണ രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച് പൊങ്കാല സമർപ്പിക്കും. സമർപ്പിച്ചതിന് ശേഷമാണ് പിന്നീടാണ് വെള്ളമൊക്കെ കുടിക്കുന്നത്. നമ്മുടെ ആരോഗ്യസ്ഥിതി നമ്മൾ നോക്കണം, കാരണം തളർന്നു പോകരുത്. ഇനി പൊങ്കാല ഇടാനായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് വരാൻ സാധിക്കുന്നില്ല, പക്ഷേ പൊങ്കാല ഇടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പം വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ പോലും തിരുവനന്തപുരത്തേക്ക് എത്താൻ സാധിക്കാത്ത ആളുകൾ കാണും. ഭാരതത്തിൽ തന്നെ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ കാണും. അപ്പോൾ ചില കൂട്ടായ്മകളൊക്കെ ആയിട്ട് ആളുകൾ യോജിച്ചിരുന്ന്
അങ്ങനെ നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു അസോസിയേഷനുണ്ട്, അസോസിയേഷനിലുള്ള ആളുകൾ എല്ലാവരും കൂടെ യോജിച്ചിട്ട് ഒരു 10 പൊങ്കാലയാണെങ്കിലും ആ 10 പേർക്കും കൂടെ ചേർന്നിരുന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് വെച്ച് തന്നെ ഭഗവതിയുടെ ഓരോ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ പൊങ്കാല സമർപ്പിക്കാം. അതല്ല, അങ്ങനെ ആരും നമ്മുടെ കൂട്ടത്തിലില്ല എങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട്, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് പൊങ്കാല സമർപ്പിക്കാം. നമ്മുടെ മുറ്റത്ത് അടുപ്പ് കൂട്ടി പൊങ്കാല സമർപ്പിക്കാം. ഇനി അതിനും സാധിക്കുന്നില്ല, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഗ്യാസ് മാത്രമേ ഉള്ളൂ, അടുക്കളയിലാണെങ്കിൽ തലേദിവസം നിങ്ങൾ അടുക്കളയൊക്കെ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഗ്യാസൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ മറ്റ് മാംസാഹാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ അതിനു മുമ്പ് അതൊക്കെ കഴിച്ചു തീർക്കുകയോ ആർക്കെങ്കിലും കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് അന്നേ ദിവസം നമ്മുടെ വീട്ടിൽ പോലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് പൊങ്കാലയുടെ തലേ ദിവസവും പൊങ്കാല ഇടുന്ന അന്നും അതിനു മുമ്പ് അതെല്ലാം തീർക്കുക. എന്നിട്ട് അടുക്കള നന്നായിട്ട് കഴുകി ശുദ്ധമാക്കി ഗ്യാസൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് ഒരു മൺകലം മേടിച്ചിട്ട് നമ്മുടെ ഗ്യാസിൽ തന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പ് തെളിയിക്കേണ്ടുന്ന സമയത്ത് അടുപ്പ് തെളിയിച്ച് നമുക്ക് പൊങ്കാല സമർപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ആ ഭാഗത്തായിട്ട് നമ്മൾ ഭഗവതിയുടെ ഒരു ഫോട്ടോ നമ്മൾ വെച്ചാൽ മതി. അങ്ങനെ വെച്ച് വിളക്കൊക്കെ തെളിയിച്ചിട്ട് ആ വിളക്കിൽ നിന്നും നമുക്ക് ഗ്യാസിലേക്ക് നമുക്ക് ദീപം തെളിയിച്ച് നമുക്ക് പൊങ്കാല സമർപ്പിക്കാം. ഒക്കെ സൂക്ഷിക്കണം, ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. വിളക്കിൽ നിന്നും നമ്മൾ ഗ്യാസിലേക്ക് നമ്മൾ ദീപം തെളിയിക്കുമ്പം ഒരു ചെറിയ തിരി ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങനെ സൂക്ഷിച്ച് ചെയ്യണം. അതല്ലാതെ അപകടമൊന്നും വരുത്തരുത്. കഴിവതും മൺകലത്തിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചക്കരപ്പൊങ്കലാണ് മഹാദേവിക്ക് ഏറ്റവും ഇഷ്ടം. ഇനി തലവേദന, സ്ഥിരമായി തലവേദന എടുക്കുന്ന ആളുകൾ കാണും, എപ്പോഴും തലവേദന. അങ്ങനെയുള്ളവർക്ക് മണ്ടപ്പുറ്റ് എന്ന് പറഞ്ഞ ഒരു വഴിപാടുണ്ട്. അത് നിങ്ങൾക്ക് ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ തലവേദനയ്ക്ക് വലിയ ആശ്വാസം കിട്ടുമെന്ന് ധാരാളം അനുഭവസ്ഥർ പറയുന്നുണ്ട്. ഞാൻ സാധാരണ അത് ചെയ്യാറുണ്ട്, ശർക്കര പൊങ്കലും ഇടാറുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടം എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതൊക്കെ ഭഗവതിക്ക് വേണ്ടി ചെയ്യുക. എന്നിട്ട് ആ തളിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പറയും, ഞാനത് നിങ്ങൾക്ക് എപ്പോഴാണ് തളിക്കേണ്ടതെന്നും വിളക്ക് എപ്പോൾ തെളിയിക്കണമെന്ന്, അതായത് അടുപ്പ് എപ്പോൾ തെളിയിക്കണമെന്നുമുള്ള ആ സമയം അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വിളക്ക് തെളിയിച്ച് അടുപ്പ് തെളിയിച്ചിട്ട് നിങ്ങളുടെ പൊങ്കാല ഇടുക. ആ സമയത്ത്, അതായത് തളിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് തളിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് തളിക്കാനൊന്നും ആളില്ലാത്ത ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് നമുക്ക് കൂട്ടുകാരൊന്നും കൂടി ചേർന്നിരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത്, അടുക്കളയിലിരുന്നാണ്. അവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഒരു കൂട്ടായ്മ പോലെ നിങ്ങൾ ഒരു 10 പേരാണെങ്കിലും യോജിച്ച് ഇരുന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വളരെ വിശേഷമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. പറ്റുന്നവരൊക്കെ തന്നെ തിരുവനന്തപുരത്ത് വന്ന് പൊങ്കാല സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ വളരെ ഐശ്വര്യപ്രദമാണ് ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്. അതുപോലെ വ്രതമെടുക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ കുളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അടുക്കളയിൽ കയറി നിങ്ങൾ ജോലിയൊക്കെ ചെയ്യാവൂ, വെള്ളമൊക്കെ കുടിക്കാവൂ. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല. ഇനി പ്രാർത്ഥന അത് നിർബന്ധമാണ്. വ്രതം എടുക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ. ഇനി വ്രതം എടുക്കാൻ തുടങ്ങുന്നില്ല, അവസാനത്തെ 3 ദിവസം മാത്രമേ വ്രതം എടുക്കുന്നുള്ളൂ എങ്കിൽ പോലും 1-ാം ഉത്സവം മുതൽ, അതായത് മാർച്ച് 5-ാം തീയതി മുതൽ ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങിക്കോളൂ. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ എന്ന നാമം നമുക്ക് എല്ലാവർക്കും അറിയാം. നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക, അതായത് എപ്പോഴും ജപിച്ചുകൊണ്ടേയിരിക്കുക. രാവിലെയും വൈകുന്നേരവും കുളിച്ച് വിളക്ക് തെളിയിച്ച് അമ്മേ നാരായണ ജപിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് അറിയാവുന്ന മഹാദേവിയുടെ നാമങ്ങളെല്ലാം തന്നെ ജപിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ലഭിക്കുന്നതിനും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി അമ്മയെ ശരണം പ്രാപിക്കുക. ശരണാഗത ദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമസ്തുതേ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. നാമം ജപിക്കുക. വിശദമായ ആറ്റുകാൽ പൊങ്കാലയുടെ വീഡിയോ അടുത്ത ദിവസം ഇടാം. സമയമൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. എപ്പോഴാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത്, എപ്പോഴാണ് അടുപ്പിലേക്ക്
തീ പകരേണ്ടത്, ഇതൊക്കെ അടുത്ത വീഡിയോയിൽ വിശദമായി തന്നെ പറയാം. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.